ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണ്. നോമ്പൊക്കെ ആണല്ലോ അല്ലേ? നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം കാണുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് ഈ ഒരു മാസം മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞാലും ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ എൻ്റെ ഉപ്പാടെ ഉമ്മ മരിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ, അമ്മമ്മയുടെ ആണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ മൗലൂദൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും മൗലൂദ് ചെല്ലലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെല്ലിക്കൊന്നുമില്ല, ഞങ്ങൾ തന്നെ കണ്ട് ചെല്ലാറാണ് കേട്ടോ. നമ്മൾ ചെല്ലുന്നതിന് അത്രയും വരില്ലല്ലോ മറ്റൊരാളെ നമ്മൾ വിളിച്ച് ചെല്ലിക്കുമ്പോൾ. അതിപ്പോൾ വീട്ടിൽ അവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ തന്നെ ചെല്ലാറാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മധുരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പായസമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തോ തൈര് എന്നൊക്കെ പറയും ഇവിടെ, അങ്ങനെ അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ എന്താണ് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഉമ്മാക്കൊന്ന് ആശുപത്രി വരെ പോകാനുണ്ട് കേട്ടോ. ഉമ്മാനെ അഡ്മിറ്റ് ആക്കി എടുക്കണം. ഞാൻ നാളെ മുന്നേ വീഡിയോസിലങ്ങനെ കാണിച്ചു തരാറില്ലേ, അമ്മമ്മക്ക് അസുഖമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ അഡ്മിറ്റാണ് കേട്ടോ ആശുപത്രിയിൽ. അപ്പം ഉമ്മ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഉമ്മ പോകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്നുണ്ട്, നോമ്പാണല്ലോ. അപ്പോൾ നോമ്പിറക്കുന്ന സമയമാകുമ്പോഴേക്കും കഴിക്കാമല്ലോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വേഗം ആക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാമല്ലോ, പോകുമ്പോൾ കയ്യിൽ കൊടുക്കാമല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയിൽ നമ്മൾ ഒരു മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതാക്കി പീസാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൽ പൊടിയായിട്ട് നമ്മൾ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം കടലമാവ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടിയായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല, നമ്മളിന്ന് കുഴിമന്തി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് മതിയല്ലോ, പിന്നെ നമുക്കിന്ന് വേറെ കടികളും പിന്നെ കടി കഴിക്കാനുള്ള സ്ഥലമൊന്നും വയറിനുണ്ടാവില്ല. അപ്പോൾ പിന്നെ അതാക്കിയാൽ മതിയാണ്. ചെയ്യാൻ 2-3 ദിവസമായിട്ട് ഉമ്മാട് പറയണം കേട്ടോ. ഉമ്മാടെ മന്തിയെന്ന് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മന്തിയാണോ എന്ന് ചോദിച്ചാൽ മന്തിയാണ്. എന്നാൽ കഴിക്കുമ്പോൾ മന്തിയുടെ ടേസ്റ്റും ഉണ്ട്, ഒരു ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റും ഉണ്ട്. അങ്ങനെ എന്തൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടത്, ഒരു സ്പെഷ്യലാണിത്. ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്കായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുത്തുള്ളത്. അതിടുമ്പോൾ പിന്നെ നമ്മൾ ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിക്കാത്തത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി കട്ട തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത് ഈ ഒരു കൂട്ടിലാണ് കേട്ടോ അതിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇവിടെ എപ്പോഴും ഞങ്ങൾ വന്നാൽ ഉണ്ടാക്കിക്കണതാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ നോമ്പായൊരു തിക്കും തിരക്കും. ഞാനിത് നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. ഉമ്മാക്ക് ഭയങ്കര തിരക്കായിട്ട് പോകാനായല്ലോ. പിന്നെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കിലാണ് കേട്ടോ നമ്മൾ ഒക്കെ വേഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഉമ്മ പോകുമ്പോഴേക്കും വേഗം ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഒക്കെ. അപ്പോൾ മാഗി ക്യൂബൊക്കെ അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കട്ടയാണല്ലോ, ആ കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മന്തി വയ്ക്കാനുള്ള അരി വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വെള്ളം നമ്മൾ കുറച്ച് ചൂടാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കെറ്റിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസിലാണ് തന്നെയാണ് കേട്ടോ വേഗം ചെയ്തെടുക്കുന്നത്. സാധാരണ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ അരി വേവിച്ചെടുക്കാറ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. പിന്നെ നീളനരിയാണല്ലോ, ബസുമതി അരിയില്ല, അതാണ് കേട്ടോ. അതിനിടയിൽ നമ്മൾ സാധാ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് അത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതിനിടയിൽ നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുക്കറിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവാനായിട്ട് നമ്മളൊന്ന് വെക്കണം കേട്ടോ. അതൊരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തുറന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ ബസുമതി അരിയുടെ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ 2 കുക്കറിലായിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ അപ്പുറത്ത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മുട്ട ബജിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉള്ളിവടയും മുളക് ബജിയും ഉണ്ടാക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചോറെല്ലാം അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ഫുഡ് കളറും കൂടിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്കാണ് കേട്ടോ, ആവശ്യമൊന്നുമില്ല, അത് കാണാനൊരു ഭംഗിയാണ്, അതിനാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കണയിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ പുക ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട്
പെട്ടെന്ന് തന്നെ അടച്ചു മൂടുകയാണ് കേട്ടോ ചെയ്യാം. ഇത് നമ്മൾ വേവിച്ചിരിക്കുന്ന സമയത്ത് വിസിലടിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഹെയർ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ചെറിയ തീയിൽ വേണം കേട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തീയൊന്നും കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പോൾ അതങ്ങനെ അവിടെ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇതാ കുറച്ച് ബജിമുളകില്ലേ, അതിങ്ങനെ ഉപ്പ് തേച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതാ അത് മാവിൽ മുക്കിയിട്ട് ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഭാബി തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഞാനപ്പോഴേക്കും ഉമ്മാക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് വേഗം പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയായിരുന്നു. ഉമ്മമാനെ പെട്ടെന്നാണ് കേട്ടോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത്. പെട്ടെന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കൊടുന്നിട്ട് ട്രിപ്പൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. ആശുപത്രിയിൽ കുഞ്ഞുമ്മയുണ്ട് കേട്ടോ. അപ്പം ഉമ്മാക്കും കുഞ്ഞുമ്മാക്കും ഉള്ളതാണ് കേട്ടോ ആക്കി കൊടുക്കണത്. അപ്പോൾ അതാ ഭാബി വേഗം മുളക് ബജിയൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മാക്കുള്ളത് ആക്കി കൊടുത്ത് ഉമ്മ പോയിട്ടാ. അപ്പോൾ അതാ നമ്മൾ നോമ്പറക്കാനുള്ള സമയമൊക്കെ ആയപ്പോൾ അതാ എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. ഉമ്മ ഒന്നും ഇല്ലാണ്ട് നോമ്പറക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ നമ്മുടെ അടിപൊളി മന്തിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. നമ്മുടെ 3ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.